ഇപ്പോൾ വരുന്ന വാർത്ത, സഭയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ നൽകിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ. വിഷയം സബ്മിഷനായി ഉന്നയിക്കാൻ നിർദ്ദേശം. റോഷിപാൽ ഉണ്ട് നമുക്കൊപ്പം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. റോഷിപാൽ, സഭയിൽ പ്രതിപക്ഷത്തിന് നീക്കം പാളിയോ? അരുൺകുമാർ, നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം പരോൾ ടി.പി. ചന്ദ്രശേഖരൻ പ്രതികൾക്ക് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള വിഷയം ഉന്നയിക്കാൻ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് തന്നെ വീണ്ടും സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം തന്നെയായിരുന്നു. അതിന് ചൂണ്ടിക്കാണിച്ചത് പയ്യന്നൂരിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പരോൾ നൽകിയ സംഭവം. അതിനൊപ്പം തന്നെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകാൻ ജയിൽ മേധാവി, ജയിൽ ADGP കൈക്കൂലി വാങ്ങിയ സംഭവം, ജയിൽ DIG കൈക്കൂലി വാങ്ങിയ സംഭവം, ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് KK രമ MLA നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിൽ ഉന്നയിച്ച വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നാണ് സ്പീക്കർ പറഞ്ഞത്. ആ വിഷയം വേണമെങ്കിൽ സബ്മിഷനായി സഭയ്ക്കകത്ത് ഉയർത്താം. പക്ഷേ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട പ്രാധാന്യം അതിനില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അതിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ സർക്കാരിന് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ അതിന് അവസരം നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇപ്പോൾ ആ വിഷയത്തിലുള്ള സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്ക് തർക്കമാണ് നിയമസഭയ്ക്കകത്ത് നടക്കുന്നത്. സ്പീക്കർക്കെതിരെയുള്ള പ്രതിഷേധമാണ് സഭയ്ക്കകത്ത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള വാക്ക് തർക്കം സഭയ്ക്കകത്ത് നടക്കുകയാണ്. കാരണം നേരത്തെയുള്ള പല അടിയന്തര പ്രമേയ നോട്ടീസുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ മനഃപൂർവ്വമായി ചർച്ചക്കെടുക്കാത്ത വിഷയം സഭയിൽ കൊണ്ടുവരുന്നു എന്നാണ്. ഇപ്പോൾ ദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം വരുന്നതെന്ന് MP രാജേഷ് പറയുന്നു. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന പാർലമെന്ററി കാര്യ മന്ത്രി MP രാജേഷ് ആരോപിക്കുന്നു. പരോൾ അനുവദിക്കുന്നതിൽ നിയമവും ചട്ടവും പാലിച്ചിട്ടുണ്ടെന്ന വിശദീകരണമാണ് മന്ത്രിയുടെ ഭാഗത്ത്. അതിനിടയിൽ ഇതിൽ സ്പീക്കർ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് പ്രതിപക്ഷം എത്തിയതെന്ന് സ്പീക്കർ ആരോപിക്കുന്നു. പ്ലക്കാർഡുകൾ ഈ വിഷയം ഉയർത്തിയത് കാണുമ്പോൾ തന്നെ അങ്ങനെ നേരത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് സ്പീക്കർ പറയുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. അവർ ഇരിപ്പിടത്തുനിന്നും എഴുന്നേറ്റ് അവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. KK രമ MLA നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസാണ് അത്. ഈ പ്രതികൾക്ക്, കൊലക്കേസ് പ്രതികൾക്കടക്കം പരോൾ നൽകുന്നതിൽ DIG കൈക്കൂലി വാങ്ങിയ സംഭവം, പയ്യന്നൂരിൽ CPM നേതാവായ പ്രതി സ്റ്റീൽ ബോംബ് പോലീസിന് നേരെ എറിഞ്ഞ സംഭവത്തിൽ 20 വർഷം തടവ് ശിക്ഷ പ്രതിക്ക് ചട്ടം ലംഘിച്ച് പരോൾ. ഇപ്പോൾ സ്പീക്കറുടെ മുഖം മറിച്ച് ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നടുത്തളത്തിൽ പ്രതിപക്ഷം അങ്ങനെ ഒരു പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യില്ലെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ പ്രിന്റ് ചെയ്ത് സഭയിൽ കൊണ്ടുവന്നത് എന്ന ആരോപണമാണ് സ്പീക്കർ ഉയർത്തുന്നത്. ഏതായാലും ഭരണപക്ഷങ്ങൾ ഇപ്പോൾ സഭയ്ക്കകത്ത് ശ്രദ്ധ ക്ഷണിക്കൽ, മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലാണ്. നെന്മാറ MLA K ബാബു ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സഭയെ നടത്തിക്കൊണ്ടോ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന ആരോപണം ഉയർത്തുന്നു. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നു കഴിഞ്ഞു. അതേസമയം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ സ്പീക്കർക്കെതിരെയും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അരുൺകുമാർ, ഇപ്പോൾ സഭയിൽ ബഹളമാണ്. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. TP കേസ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചതും ഒപ്പം VK നൌഷാദ് അടക്കമുള്ള പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. V കുഞ്ഞികൃഷ്ണന്റെ പരിപാടിയിൽ നൌഷാദ് അടക്കമുള്ളവർ അന്ന് പങ്കെടുത്തിരുന്നു. എന്നാൽ ചട്ടപ്രകാരമാണ് എല്ലാ പരോളുകളും അനുവദിച്ചത് എന്നതാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. MP രാജേഷാണ് മറുപടി പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തോടെ സ്പീക്കറിനെതിരെ പ്രതിപക്ഷം തിരിയുന്നു. പ്രതിപക്ഷത്തിന് സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാനില്ല. പ്രതിപക്ഷം അനുഭവിക്കുന്നത് ദാരിദ്ര്യമാണ്. വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രതിപക്ഷം പാലിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായിട്ടാണ് എത്തുന്നത്. അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിനില്ല എന്നുള്ളതാണ്. മാത്രമല്ല സ്പീക്കർ പറയുന്നത് നേരത്തെ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളും കൊണ്ടുവന്നത് ഈ അടിയന്തര പ്രമേയം അടിയന്തരമായിട്ട് അംഗീകരിക്കില്ല, അനുമതി നൽകില്ല എന്നത് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്തു കൊണ്ടുവന്നൊരു നിലപാടാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പരോൾ ചട്ടം പാലിച്ചാണ് എന്നാണ് ഭരണപക്ഷം പറയുന്നത്. റോഷി, ഇപ്പോഴും സഭയിൽ നടുത്തളത്തിൽ ബഹളം തുടരുകയാണ്. ശ്രദ്ധ ക്ഷണിക്കൽ തുടങ്ങിയെങ്കിലും സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകുന്നതിൽ പ്രതിപക്ഷം സ്പീക്കറെ അനുവദിക്കുന്നില്ലേ? സഭാ നടപടികൾ ബഹിഷ്കരിക്കാനാണോ സാധ്യത പ്രതിപക്ഷം?
അരുൺകുമാർ, ഇപ്പോൾ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പുരോഗമിക്കുകയാണ്. നെന്മാറ MLA കെ ബാബുവാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ കെട്ടിട നിർമ്മാണ ഫീസുമായി, പെർമിറ്റ് ഫീസുമായി ബന്ധപ്പെട്ട ഉയർത്തിയ ഫീസ് 60% അത് കുറച്ച് തിരിച്ചു നൽകാനുള്ള സർക്കാർ ഉത്തരവ് പാലിക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യം അത് ശ്രദ്ധ ക്ഷണിക്കലായി സഭയ്ക്കകത്ത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം തന്നെ സഭയിൽ പ്രതിപക്ഷങ്ങൾ നടുത്തളത്തിൽ സ്പീക്കർക്ക് മുന്നിൽ വലിയ ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം തുടരുന്നുണ്ട്. സഭാ ടിവിയിൽ ആ ദൃശ്യങ്ങൾ, സ്പീക്കറുടെ മുഖം സഭാ ടിവിയിൽ കാണിക്കുന്നില്ല, ഇപ്പോൾ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷങ്ങളോട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നു. കാരണം അടുത്ത ശ്രദ്ധ ക്ഷണിക്കൽ അത് പ്രതിപക്ഷ അംഗത്തിന്റേതാണ്, അതാണ് നിങ്ങൾ ഉയർത്തിയ വിഷയമാണ് എന്ന് പറയുന്നത്. ഇപ്പോ വീണ്ടും പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് സംസാരിക്കുന്നുണ്ട്. ബാനർ ഉയർത്തി, വലിയ ഫ്ലക്സ് ബാനർ ഉയർത്തിക്കൊണ്ട് ആണ് പ്രതിഷേധം. സഭയിൽ ഡയസിന് മുന്നിൽ പ്രതിപക്ഷങ്ങളുടെ പ്രതിഷേധം തുടരുന്നത് സ്പീക്കർക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ്. കാരണം അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് പരിഗണിക്കാതെ തള്ളിയതുള്ള പ്രതിഷേധമാണ്. കാരണം CPM പ്രവർത്തകരായ പ്രതികൾക്ക് പരോൾ ചട്ടം ലംഘിച്ച് നൽകുന്നുവെന്ന് നിരന്തരം പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച ആരോപണമാണ്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകുന്ന പരോളാണ്. ഏതായാലും ഇപ്പോൾ പയ്യന്നൂരിലെ പോലീസ് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് പരോൾ നൽകിയത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ്. അത് ഉയർത്തിക്കൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിൽ ജയിൽ DIG പണം വാങ്ങിയെന്ന ആ കണ്ടെത്തൽ അതുകൂടി നിയമസഭയ്ക്കകത്ത് ഉയർത്തുന്നത്. അത് ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പല ഘട്ടങ്ങളിലായി നൽകിയ പരോളടക്കം വളരെ വിശദമായി സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ കഴിയുമെന്ന കണക്കുകൂട്ടലായിരുന്നു പ്രതിപക്ഷത്തിന്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണിക്കാത്തത് കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ നോട്ടീസ് പരിഗണിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരിക ജയിൽ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. KK രമ MLA ആണ് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷങ്ങൾ ഇപ്പോഴും സഭയ്ക്കകത്ത് നടുത്തളത്തിൽ സ്പീക്കർക്കെതിരെയും സർക്കാരിനെതിരെയും ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉയർന്ന, പ്രത്യേകിച്ച് ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധങ്ങളായി മാറും. കഴിഞ്ഞ ദിവസം അത് ആരോഗ്യവകുപ്പിനെതിരെ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ച് നടത്തിയ അടിയന്തര പ്രമേയം, അതുപോലെ ഓരോ വിഷയങ്ങളും, സ്വർണ്ണക്കൊള്ള, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വജ്രായുധം തന്നെയാണ്. അതുപോലെ തന്നെയായിരിക്കും ഈ പരോൾ. ആ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾ, അത് TP ചന്ദ്രശേഖരൻ കേസാകട്ടെ, പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസാകട്ടെ, അങ്ങനെയുള്ള പല കേസുകളിലും ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജയിലിനകത്ത് പ്രത്യേക സൗകര്യം ലഭിക്കുന്നു എന്ന വിഷയം, അതിനൊപ്പം അവർക്ക് ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പരോൾ നൽകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതിന്റെയൊക്കെ സൂചനയായി തന്നെ ഇനി സഭയിൽ ശൂന്യവേളയിൽ വരുന്ന ഈ അടിയന്തര പ്രമേയങ്ങളെ കാണേണ്ടി വരും. ഏതായാലും മറുഭാഗത്ത് 2 MLAമാർ, UDF MLAമാർ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സഭാമന്ദിരത്തിൽ, സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് സഭയ്ക്കകത്ത് മറ്റൊരു വിഷയം ഉയർത്തുന്നത്. അത് ഈ പരോൾ വിഷയമാണ്. CPMകാരായ കുറ്റവാളികൾക്ക് നിരന്തരം ചട്ടം ലംഘിച്ച് പരോൾ നൽകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസ്. അതിന് ഇപ്പോൾ നമുക്ക്